അല്ല, അത് ഞാൻ അവരോടൊന്നും ഞാൻ ഈ ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടില്ല. മുഖ്യമന്ത്രിക്ക് പ്രസംഗത്തിന് അവസരം ഉണ്ടായിരുന്നു. അല്ല, അതൊന്നും എനിക്കറിയില്ല. ഞാനിപ്പോൾ ഇതിൽ എക്സ്ക്ലൂസീവ് PWDയെ കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. സാധാരണ ഈ ശ്രീ നിതിൻ ഗഡ്കരി പങ്കെടുക്കുന്നുണ്ടോ എനിക്കറിയില്ല. അദ്ദേഹം പങ്കെടുക്കുന്നില്ല. അപ്പോൾ എനിക്കതറിയില്ല. സാധാരണ അദ്ദേഹത്തിൻ്റെ ഓഫീസ് എല്ലാ കാര്യവും പറയുന്നതാണ്. അല്ല, ഞാനത് ചോദിച്ചിട്ടില്ല. ഞാൻ ഇത് തന്നെ ഒരു വിഷയമാണല്ലോ. അല്ല, അത് വിവിധ ഉദ്ഘാടനങ്ങളുണ്ട്. അത് റോഡിൻ്റെ ഉദ്ഘാടനം മാത്രമല്ല, മറ്റു പല പദ്ധതികളുടെ ഉദ്ഘാടനം ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മന്ത്രിമാരാണ്. അപ്പോൾ നാഷണൽ ഹൈവേ 66 എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു ആശ്വാസ പദ്ധതിയല്ലേ. ലോകത്ത് എവിടെയും ജീവിക്കുന്ന മലയാളി 45 മീറ്റർ വീതി, 6 വരി, അത് യാഥാർത്ഥ്യം. അപ്പോൾ ആയോടത്തൊക്കെ നിങ്ങൾ കണ്ടില്ലേ എന്ത് വേഗത്തിൽ നമുക്ക് എത്താൻ പറ്റുന്നു, എത്ര വേഗത്തിൽ. അപ്പോൾ അതൊക്കെ എല്ലാവരും കൂടി സന്തോഷിക്കേണ്ടതല്ലേ. അതിനിപ്പോൾ ഏതെങ്കിലും ഒരാളെ മാറ്റി അല്ലെങ്കിൽ ഒരു വകുപ്പിനെ മാറ്റുകയോ ചെയ്താൽ എന്താ അതിലൊക്കെ കിട്ടുന്ന സന്തോഷം? അല്ല, അത് ജനങ്ങളാണല്ലോ. അത് ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുന്നവരാണല്ലോ. ഞാൻ ചോദിച്ച വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. BJP സംസ്ഥാന അധ്യക്ഷനോട് എന്തെങ്കിലും വ്യക്തിപരമായ വിരോധം ഉണ്ടായിട്ടല്ല. ഒരു സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ഇങ്ങനെ ഒരു പരിപാടിയിൽ BJP സംസ്ഥാന അധ്യക്ഷൻ്റെ പേര് വെച്ച് മാത്രം വിളിക്കുന്നത് ശരിയാണോ? സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ നിരവധി ഉദ്ഘാടനങ്ങളുണ്ട്. ഗോവിന്ദ മാഷ്, അദ്ദേഹം MLA കൂടിയാണ്. ഗോവിന്ദ മാഷ് ഇപ്പോൾ തുരങ്കപാത, അതല്ലെങ്കിൽ ഇപ്പോൾ ആലപ്പുഴയിൽ നമ്മുടെ പാലം, അല്ലെങ്കിൽ അമ്പൂരി പാലം, ഇതിൻ്റെയൊക്കെ ഉദ്ഘാടനത്തിൽ ഗോവിന്ദ മാഷ് മാത്രം ക്ഷണിച്ചാൽ നിങ്ങൾ വിടുമോ? വിടാൻ പാടില്ല. നിങ്ങൾ മാധ്യമങ്ങൾ അത് ഒഴിവാക്കാൻ പാടില്ല. ശക്തമായി സംസ്ഥാന സർക്കാരിനെ വിമർശിക്കണം. അല്ലെങ്കിൽ ബിനോയ് വിശ്വത്തെയും ഗോവിന്ദ മാഷയും മാത്രം വിളിച്ചാൽ ശരിയാണോ? അങ്ങനെ ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നില്ലല്ലോ. അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ ഇത് ശരിയാണോ? നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട വിഷയമാണ് ഇത്. ഏതെങ്കിലും ഒരു മുഹമ്മദ് റിയാസിനെയോ അല്ലെങ്കിൽ ഒരു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയോ അപമാനിക്കലല്ല, കേരളത്തെ അപമാനിക്കലാണ്. പക്ഷേ റെസ്പോൺസിബിലിറ്റി മൊത്തം താങ്കൾക്കായിരുന്ന പോലെ ആയിരുന്നു അല്ലേ? എവിടെയെങ്കിലും ഇടിഞ്ഞു വീഴുക അല്ലെങ്കിൽ നിർമ്മാണത്തിന് എന്തെങ്കിലും പാവപ്പെടുണ്ടായി അപ്പോഴല്ല റിയാസ് ഉത്തരം പറയണമെന്നാണ് BJP ഒക്കെ ആവശ്യപ്പെട്ടിരുന്നത്. അത് ഉദ്ഘാടനം വന്നപ്പോൾ അല്ല, അതിലൊന്നും ഞാൻ മറുപടി പറയുന്നത്. അതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുന്നതാണല്ലോ. ജനങ്ങൾ അറിയുന്ന കാര്യങ്ങളാണല്ലോ. ഇപ്പോൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന കോഴിക്കോട് ബൈപ്പാസ്, നിങ്ങൾ പലരും അന്നും ഈ ജില്ലയിൽ വർക്ക് ചെയ്തവരല്ലേ. ആ ബൈപ്പാസിൻ്റെ സ്ഥിതി എന്തായിരുന്നു? എങ്ങനെയാണ്? കരാറുകാരൻ ആരാന്ന് പോലും അറിയാതെ അതിൽ അന്നത്തെ ജില്ലാ കലക്ടറും ഞങ്ങളൊക്കെ എടുത്തൊരു എഫേർട്ടില്ലേ. എത്ര തവണ ഇടപെട്ടിട്ടാണ് അത് പരിഹരിച്ചത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഉദ്ഘാടനത്തിന് വിളിച്ചിട്ടില്ലെങ്കിൽ ആകെ ജനങ്ങളെ മനസ്സിൽ നിന്ന് പോയോ? ജനങ്ങളെ മനസ്സിൽ നിന്ന് പോകുന്ന ഒരു സ്ഥിതി അതിലേക്ക് വരുമോ? അത് ന്യായമാണോ? അതാണ് പ്രശ്നം. ജനാധിപത്യത്തിന് അത് ഗുണമാണോ? അല്ല, അതൊക്കെ ജനങ്ങൾ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ഇത് ഒരു ആദ്യത്തെ സംഭവമല്ല. മുമ്പ് വിഴിഞ്ഞം ഉദ്ഘാടന പരിപാടിയിൽ ഇതുപോലൊരു സംഭവം ഉണ്ടായെന്ന് ഞങ്ങളൊക്കെ സദസ്സിൽ. അതിൽ ഞങ്ങൾക്ക് ആർക്കും പരാതിയില്ല. കാരണം എല്ലാ സ്റ്റേറ്റ് മന്ത്രിമാരും വേദിയിലിരിക്കേണ്ട, ബന്ധപ്പെട്ട ചുമതലയുള്ള മന്ത്രിമാർ ഇരുന്നാൽ മതി. അത് അന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം എങ്ങനെ അവിടെ ഇരുന്നു? BJP സ്റ്റേറ്റ് പ്രസിഡന്റ് അവിടെ എന്താണ് റോൾ എന്ന ചോദ്യം അന്ന് ഉന്നയിച്ചിരുന്നു. ഒരു ന്യായമായ ചോദ്യമാണ്. അല്ല, ഞാൻ പറയുന്നത് വളരെ ന്യായമായ ചോദ്യമാണ്. ഇതൊരു പ്രശ്നമല്ല. വളരെ ഗൗരവത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊരു വിഷയമല്ലേ. ഇപ്പോൾ ചൂരൽമലയുടെ വീട് വെക്കുന്ന പരിപാടിയുടെ ഭാഗമായി അല്ലെ മറ്റ് സ്റ്റേറ്റ് ഉദ്ഘാടന പരിപാടിയോ ഗോവിന്ദ മാഷെ പേര് അതിൽ വെച്ചാൽ അത് MLA ആണ്. ഇപ്പോൾ ശ്രീ ബിനോയ് വിശ്വം ഇപ്പോൾ MLA അല്ല, മുമ്പ് MP ആയിരുന്നു. അദ്ദേഹത്തെ വെച്ചാൽ അത് ശരിയാണോ? അത് ചർച്ച ചെയ്യണ്ടേ? അങ്ങനെ LDF ഗവൺമെൻറ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ എത്ര അന്തിച്ചർച്ച നടത്തുമായിരുന്നു, എത്ര ഡിസ്കഷൻ എത്ര ദിവസം നീളുമായിരുന്നു. അപ്പോൾ ഇത് ജനാധിപത്യപരമായി ശരിയല്ല. ഇത് തെറ്റായ നിലപാടാണ്. NH-66 യാഥാർത്ഥ്യമാക്കുന്നതിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും LDF സർക്കാരും നടത്തിയ ഇടപെടൽ ജനങ്ങളുടെ മനസ്സിൽ പോസ്റ്റർ പതിഞ്ഞതുപോലെ പതിഞ്ഞു കിടക്കുകയാണ്. അത് ആർക്കും പറിച്ചു കളയാനാകില്ല. അതേത് ഉദ്ഘാടനത്തിന് വിളിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒതുക്കലോ വെച്ചുകൊണ്ട് ജനങ്ങളുടെ മനസ്സൊന്നും ഒതുങ്ങി പോകുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം. അല്ല, അതൊക്കെ ബന്ധപ്പെട്ട സമയം ആവട്ടെ, നമുക്ക് സംസാരിക്കാം. ഇതിൽ വ്യക്തിപരമല്ലല്ലോ എന്ന്. ഇതിൽ വ്യക്തിപരമില്ല. ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഇതൊരു വ്യക്തിപരമായ വിഷയമല്ല. ഇതിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇതിൽ പൊതുമരാമത്ത് വകുപ്പും LDF സർക്കാരും
NH-66 ഫണ്ട് ചെലവഴിക്കുക മാത്രമല്ല, ഇടപെട്ട രീതികളുണ്ട്. ഇടപെട്ട രീതി ഇതേ NH-66 മറ്റ് സ്റ്റേറ്റിൽ സ്ലോ ആയി, ഒച്ചിൻ്റെ വേഗത്തിലാണ്, ഇവിടെ വേഗത്തിലാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലേ. ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്, ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നിതിൻ ഗഡ്കരി പലതവണ സംസ്ഥാന സർക്കാരിനെ താങ്കളെ അഭിനന്ദിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചടങ്ങ് പങ്കെടുക്കുന്നില്ല, അദ്ദേഹത്തെങ്കിലും താങ്കൾ പ്രതിഷേധം അറിയിക്കുക അങ്ങനെ? അല്ല, എനിക്കത് എന്താണ് അതിൻ്റെ ശ്രീ നിതിൻ ഗഡ്കരി എന്തുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എന്ന് എനിക്കറിയില്ല. കാരണം അദ്ദേഹം ഈ NH-66 യാഥാർത്ഥ്യമാക്കാൻ ഈ 5 കൊല്ലം ഞങ്ങളുമായി ഏറ്റവും അധികം കണക്ട് ചെയ്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. എന്താണെന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഇതിൻ്റെ ഓരോ മൈന്യൂട്ട് വിഷയങ്ങളിലും ഞങ്ങൾ ഡിസ്കഷൻ നടത്താറുണ്ട്. വളരെ പോസിറ്റീവായ നിലപാട് അദ്ദേഹം സ്വീകരിക്കാറുണ്ട്. ഞങ്ങളത് തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. എങ്ങനെ പ്രതിഷേധം പ്രകടിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്? അല്ല, അങ്ങനെ വേറെ ഒരു പ്രതിഷേധം ഒന്നും പ്രകടിപ്പിച്ച് പോകാൻ ഇത് അല്ല, ഞാൻ പറയുന്നത് ഇത് ബാക്കി ജനങ്ങൾ ചർച്ച ചെയ്ത് പോകേണ്ട വിഷയങ്ങളാണ്. ജനങ്ങൾ ചർച്ച ചെയ്ത് പോട്ടെ. അല്ല, ഇതിന്റെ ലിസ്റ്റ് വന്നത് ഇപ്പോഴല്ലേ നമുക്ക് കിട്ടിയത്. കേന്ദ്ര സർക്കാരിനെ ഔദ്യോഗികമായി അറിയിക്കുമോ ഈ ഒരു വിഷയം ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത്? അല്ല, അത് ഇപ്പോൾ ഈ BJP സ്റ്റേറ്റ് പ്രസിഡന്റ് ഉദ്ഘാടന പരിപാടിയിൽ സ്റ്റേജിലിരിക്കുന്നത് നേരത്തെ തന്നെ ചർച്ച ചെയ്തതും അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുന്നവരാണല്ലോ പിന്നെയും ഇടുന്നത്. അപ്പോൾ അത് അല്ല, അത് ബാക്കി നമ്മൾ കൂട്ടായി ചർച്ച ചെയ്ത് ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ അതിൽ പറഞ്ഞിട്ട് ഉദ്ഘാടനം അതിൻ്റെ വഴിക്ക് നടക്കട്ടെ, കാര്യങ്ങൾ നടക്കട്ടെ. അതുകൊണ്ടൊന്നും ജനങ്ങളുടെ മനസ്സിൽ ഇതിനെക്കുറിച്ചുള്ള ചിത്രം വായിക്കാനായില്ല. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പൊതുവെ ആളുകൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ ജനാധിപത്യത്തിൽ ചില മര്യാദകൾ പാലിക്കണം. ആ മര്യാദകൾ പാലിക്കാതെ പോകുന്നതിൻ്റെ പ്രശ്നമാണ്. എന്തായാലും പൊതുവെ ഇത് കേരളത്തോടുള്ള അപമാനമായി കാണേണ്ട വിഷയം.